പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു തീവ്രവാദിയെയും വെറുതെ വിടില്ലെന്ന ശക്തമായ മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആക്രമണം നടത്തിയവർക്ക് ഉചിതമായ ശിക്ഷ ലഭിക്കുമെന്നും ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാതെ മോദി സർക്കാരിന് വിശ്രമമില്ലെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. അസമിലെ ബോഡോ സമുദായത്തിന്റെ നേതാവായ ഉപേന്ദ്രനാഥ് ബ്രഹ്മയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആദ്യ പരസ്യ പ്രതികരണമാണിത്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഭീകരരെ തേടിപ്പിടിച്ച് വേട്ടയാടി ഇല്ലാതാക്കും. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ പ്രധാനമന്ത്രിയും സമാനമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭീകരർക്കും ഭീകരരെ പിന്തുണച്ചവർക്കും സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണ്. അമിത്ഷായുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പഹൽഗാമിൽ 26 നിരപരാധികളെ കൊന്നതിലൂടെ നിങ്ങൾ വിജയിച്ചു എന്ന് കരുതരുത്. നിങ്ങളിൽ ഓരോരുത്തരും അതിന് ഉത്തരം പറയേണ്ടി വരും. ഇന്ത്യ കൃത്യമായി തിരിച്ചടിച്ചിരിക്കും. ഭീകരർക്ക് ഏറ്റവും മോശം അവസ്ഥയാണ് ഇനി വരാനിരിക്കുന്നത്. ഭീകരർക്കെതിരെ മോദി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് പിന്തുടരുന്നത്. ഇത്തരമൊരു ഭീരുത്വം നിറഞ്ഞ ആക്രമണം നടത്തി രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർക്കു തെറ്റി. ഇത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. ഞങ്ങൾ ആരെയും വെറുതെ വിടില്ല. ഈ രാജ്യത്തിന്റെ ഓരോ ഇഞ്ചിൽ നിന്നും തീവ്രവാദം തുടച്ചു നീക്കപ്പെടും. 140 കോടി ഇന്ത്യക്കാർ മാത്രമല്ല, ലോകം മുഴുവൻ ഇന്ത്യയോടൊപ്പമുണ്ട്. തീവ്രവാദം അവസാനിക്കുന്നതുവരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഇത് ചെയ്തവർക്ക് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം വഷളായതോടെ കര, നാവിക, വ്യോമസേനകൾ അതീവ ജാഗ്രതയിലാണ്. അതിർത്തികളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതും സംഘർഷ സാധ്യത വഷളാക്കുന്നുണ്ട്. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തികളിലും കരസേന ജാഗ്രത തുടരുന്നുണ്ട്. അതിനിടെ പഞ്ചാബിലെ അമൃത്സറിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വൻ ആയുധ ശേഖരം സുരക്ഷാ സേന കണ്ടെത്തിയ റിപ്പോർട്ടുകളും പുറത്തുവന്നു. BSFും പഞ്ചാബ് പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് ആയുധശേഖരം കണ്ടെത്തിയത്. കശ്മീരിൽ ഭീകരരെന്ന് സംശയിക്കുന്ന 10ലേറെ പേരുടെ വീടുകൾ തകർത്തു. പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടിക്ക് ഉചിതമായ തീരുമാനമെടുക്കാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. സൈനികരുമായുള്ള തിരിച്ചടിക്ക് പുറമെ നയതന്ത്ര തലത്തിലും പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി നൽകി കഴിഞ്ഞു. ഇന്ത്യയുടെ തിരിച്ചടികളിൽ പ്രതിരോധത്തിലായ പാകിസ്ഥാനും തിരിച്ചടിക്കുള്ള സാധ്യതകൾ തേടുന്നുണ്ട്. ഏപ്രിൽ 22-നാണ് പഹൽഗാമിലെ ബൈസ്രൺ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായത്. 26 പേരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്നും സംഘർഷ സാധ്യത നിയന്ത്രിക്കണമെന്നും ഐക്യരാഷ്ട്ര സഭയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിരുന്നു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ മാനിക്കുന്നതിനൊപ്പം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയും അറിയിച്ചു. ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിലെ പാക് പൗരന്മാരോട് ഇന്ത്യ വിടാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിടുകയും പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാരെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകി വന്നിരുന്ന വിസ സേവനങ്ങൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയും സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു.